ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? റോസ് പെൻ വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അടുത്തൊരു വീക്കെൻഡായി. നാളെ എനിക്ക് ഡാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാമെന്ന് കരുതി. ഇപ്പം ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥലത്താണ്. അപ്പോൾ ഞാൻ കരുതി ദാറ്റ് വുഡ് ബി റിയലി നൈസ് ടു ഷോ യു ഗൈസ് ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇത് കഴിഞ്ഞ സാറ്റർഡേ എടുത്ത വീഡിയോ ആണ്. ഇതിൽ നമ്മൾ ഭയങ്കരമായിട്ട് പുറത്ത് പോയി അടിച്ചു പൊളിക്കുന്ന ഒരു വീഡിയോ ഒന്നുമല്ല. എങ്കിലും നമ്മുടെ ബേസിക് കാര്യങ്ങൾ, അതിനുള്ള എക്സ്പെൻസ്, എങ്ങനെയാണ് നമ്മളൊരു വീക്കെൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ചിലവാക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. ഇന്ന് നോർമൽ ഡേ ടു ഡേ ലൈഫ് ഓഫ് ആഴ്സ്. സാറ്റർഡേ 12 o'clock വരെ ഉള്ളൂ ഈ പറഞ്ഞ വേസ്റ്റ് കളയാൻ സ്ഥലം. അവിടേക്ക് ഞങ്ങളിപ്പോൾ പോവാണ്. നമ്മളുടെ ഇവിടെ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും നമുക്ക് നോർമൽ വേസ്റ്റിലൂടെ കളയാൻ പറ്റില്ല. പിന്നെ പ്ലാസ്റ്റിക്, ബിയർ ക്യാൻസ്, അങ്ങനത്തെ ഓരോ സാധനങ്ങളും ഡിവൈഡ് ചെയ്ത്, പേപ്പർ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് വേണം കളയാൻ. പിന്നെ കിച്ചണിലുള്ള വേസ്റ്റ് സെപ്പറേറ്റ് കളയാം. ഞാൻ ഒരുമിച്ചാണ് കേട്ടോ കളയണത്. അതിന് പിന്നെ നമ്മുടെ നോർമൽ വേസ്റ്റ്, ഭയങ്കര ലൈറ്റായിട്ടുള്ള വേസ്റ്റുകളൊക്കെ കളയുന്നത് ഇവിടുത്തെ തന്നെ ഒരു പ്രത്യേക ഓരോ മുനിസിപ്പാലിറ്റിക്കും ഓരോ ടൈപ്പിലുള്ള ബാഗ്സ് ഉണ്ട്. അത് നമ്മൾ കടയിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കണം ഒരു റോളായിട്ട്. അത് നമ്മൾ വീട്ടിൽ വെച്ച് അതിനകത്ത് ഫില്ല് ചെയ്ത് നമ്മുടെ ഓരോ വീടുകളിലും ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാവും കോമൺ ആയിട്ട്. ആ ബോക്സിലാണ് നമ്മൾ കൊണ്ട് ഇട്ടിട്ട് അങ്ങനെ കളയാം. കാർഡ്ബോർഡും അതുപോലെ തന്നെ നമുക്ക് അവിടെ കളയാം, അല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് കളയാം. ഇത് നമ്മൾ പൈസ കൊടുക്കണം. പക്ഷേ നമ്മുടെ വീട്ടിൽ കളയണതിന് കാശ് കൊടുക്കണ്ട. ബിക്കോസ് ആ കവറിന് നമ്മൾ ഓൾറെഡി പൈസ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കാണിക്കാം എന്ന് ഞാൻ കരുതി. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്താണ് ആ വേസ്റ്റ് കളയുന്നതിൻ്റെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇവിടുത്തെ റെയിൽവേ ക്രോസിലൊന്നും ആരും ചാടിക്കിടക്കാറില്ല. ഇവിടെ ക്രോസ് ചെയ്താൽ ക്രോസ് തന്നെയാണ്. ഈ ഒരു വര കൊണ്ടുള്ള ക്രോസ് ആണെങ്കിലും അത് ക്രോസാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇതിൻ്റെ ഇടയിൽ കൂടെ നൂണ്ട് കയറി അപ്പുറത്തേക്ക് കിടക്കുന്ന സിറ്റുവേഷൻസ് ഒന്നും ഇവിടെ ഇല്ല. സ്വിറ്റ്സർലൻഡിലെ ലൈഫ് എക്സ്പെൻസീവ് ആണ്, ടാക്സും ഉണ്ട്, നമ്മൾ അടയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള സർവീസസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മൾ അവരുടെ റൂൾസ് അഡ്ഹെയർ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ജനങ്ങളത് ചെറുപ്പം തൊട്ടേ പാലിക്കുന്നത് കൊണ്ട് തന്നെ ഈ രാജ്യം ഇത്രയും ഓർഡർലി ആയിട്ട് പോകുന്നതിൽ ഐ എം സോ ഹാപ്പി ടു ലിവ് ഹിയർ. ഓ, ഇത് കണ്ടോ, പ്ലെയിൻ പറക്കുന്നത് കണ്ടോ. ഇത് എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ്. ഞങ്ങളിപ്പോൾ അവിടെ എത്തി. റെസ്റ്റോറൻറ്റ് ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ വേസ്റ്റ് കളയുന്ന സ്ഥലം. ഇവിടെ നമ്മളിങ്ങനെ കാറിൽ ക്യൂ നിന്നിട്ട് ഓരോ സാധനങ്ങളെടുത്ത് അവർ ഓരോരോ സ്ഥലത്തേക്ക് കൊടുക്കും. ചിലത് ഇലക്ട്രോണിക്സ് അങ്ങനത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വലിയ വുഡ് അത് ഇതൊക്കെ തൂക്കിയാണ് അവരെടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയൊരു പൈസ കൊടുക്കണം, അത്രേ ഉള്ളൂ. ശരിയാണ്, നമ്മൾ വേസ്റ്റും കൊണ്ട് നടക്കണം കളയാനായിട്ട്. പക്ഷേ ഇതൊരു ഡെയിലി റൊട്ടീനായി മാറിക്കഴിഞ്ഞാൽ ഇതൊരു നോർമൽ കാര്യമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളും കുറേ ഓർഡർലിനെസ്സും കാര്യങ്ങളൊക്കെ ഫ്രം ദ സ്ക്രാച്ച് ചെറുതായിട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ഇതാണ് ഇവിടെ കുപ്പികളൊക്കെ കളയുന്ന സ്ഥലം. പക്ഷേ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടാഞ്ഞതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോയി അടുത്ത സ്ഥലത്ത് കളയേണ്ടി വന്നു. ഇവിടെ കുപ്പികൾ കളയാൻ പൈസയൊന്നും കൊടുക്കണ്ട, പക്ഷേ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി കളയണം എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ കളയണമെന്നില്ല. നമ്മൾക്ക് ഓരോ ഏരിയാസിലും ബോട്ടിൽസും മെറ്റൽസും ഒക്കെ കളയാൻ
ക്യാൻസ് ഒക്കെ കളയാനായിട്ടുള്ള പ്ലേസ് ഉണ്ട്, അവിടേക്ക് പോവാണ്. പിന്നെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽസ് വേണമെങ്കിൽ ഇതുപോലത്തെ മീഗ്രോസ്, കൂപ്പ് അതുപോലത്തെ ഉള്ള ഇങ്ങനെ ഗ്രോസറി മേടിക്കുന്ന മേജർ ഷോപ്സിലും കളയാം. വേസ്റ്റ് നമ്മൾ കളയുന്നതാണ്. നമ്മളിതിപ്പോൾ വേസ്റ്റ് കൊണ്ട് നടക്കുകയാണ് വേസ്റ്റിനെ കളയാനായിട്ട്. പക്ഷെ അതുകൊണ്ട് എന്താ ഇവിടെ ഒരു പേപ്പർ തുണ്ട് പോലും റോഡിലില്ല എന്നുള്ളത് ഇച്ചിരി പാടാണെങ്കിലും മെയിൻറ്റെയിൻ ദി എൻവയോൺമെൻറ്റ്. നമ്മുടെ വീടിനടുത്ത് തന്നെയാണ്. ഈ മീഗ്രോസ്, കൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കടകളൊക്കെ ഇവിടെ ഭയങ്കര നോർമലായിട്ടുള്ള ഗ്രോസറി സൂപ്പർ മാർക്കറ്റ്സ് ആണ് സ്വിറ്റ്സർലൻഡിലുള്ളത്. ലിഡിൽ, ആൾഡി അതൊക്കെ കുറച്ചും കൂടി എക്സ്പെൻസ് കുറവാണ്. പക്ഷേ അത് എല്ലാ സ്ഥലത്തും ഇല്ല. മീഗ്രോസ് ആൻഡ് കൂപ്പ് നമ്മൾ താമസിക്കുന്ന ഏരിയയിലുണ്ട്. അവിടെ അടുത്ത് ചില്ലുകുപ്പികൾ കളയണമെങ്കിൽ ഇങ്ങനത്തെ കടകളിൽ പറ്റില്ല, ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ പോകണം. പക്ഷേ അതും ക്ലോസ്ഡ് ആയിരുന്നു. സോ വി ഹാഡ് ടു ഗോ ടു അനദർ പ്ലേസ്. മുട്ടനെ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാപ്പ് നോക്കി, ഗൂഗിൾ മാപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിച്ച് കൊണ്ടുപോയി കളഞ്ഞാൽ മതി. ഇതിപ്പം നമ്മളുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് തന്നെയാണ്. ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികൾ കളയാൻ പറ്റത്തില്ല. ഓൺലി നമ്മുടെ ഗ്ലാസിൻ്റെ ചില്ലുകുപ്പികൾ മാത്രമേ കളയാൻ പറ്റത്തുള്ളൂ. ആൻഡ് ബിയർ ബോട്ടിൽസും പിന്നെ ഈ ടൂണ ക്യാൻസ് അങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുപോയി കളയാം. ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസും നമ്മൾ അങ്ങനത്തെ കടകളിൽ കൊണ്ടുപോയി കളയാം. ഞങ്ങൾ നേരത്തെ പോയ സ്ഥലം ക്ലോസ്ഡ് ആയിരുന്നു, അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. നമുക്കിങ്ങനെ ഓരോ കുപ്പിയുടെ കളർ അനുസരിച്ച് നമ്മൾ ഓരോ ഇതിലകത്ത് കൊണ്ടിടണം. Can you take off this one? Take this out. Cap. Cap ഊരിയിട്ട് നമ്മളിങ്ങനെ നക്കി തുറന്ന് വൈറ്റ് കളറാണല്ലോ ഇത്. നമ്മൾ അതിൻ്റെ അളവ് ആരോ പണി ചെയ്ത് വെച്ചേക്കാം. അവിടെ ആരും അങ്ങനെ ചെയ്യാറില്ല. ഗ്രീൻ ഗ്രീൻ ബിയർ ക്യാന്, ടൂണ ബോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. വരാനുള്ള മടിയേ ഉള്ളൂ, ബട്ട് ഐ ലൈക്ക് ഇറ്റ്. അങ്ങനെ ഞങ്ങൾ വേസ്റ്റ് ഒക്കെ കളഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ദിസ് ഇസ് എ സർപ്രൈസ് ഫോർ മീ എന്നാണ് പവൽ പറഞ്ഞത്. ആണോ പബ്ലിറ്റോ? സർപ്രൈസ് ആണോ? കണ്ടോ, സ്കൈ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ. സാറ്റർഡേ ഒക്കെ ഞങ്ങൾ മടി പിടിച്ചിരിക്കുകയാണ് പതിവ്. ഇപ്പം എനിക്ക് ഡാൻസ് തുടങ്ങും നാളെ തൊട്ട്, കലാമേള കോമ്പറ്റീഷൻ്റെ. അപ്പോൾ എൻ്റെ വൺ ഓഫ് ദി ഫ്രീ ആയിട്ടുള്ള വീക്കെൻഡിൽ ഒന്നായിരിക്കും ഇത്. ഐ മീൻ സാറ്റർഡേ ഓൺലി. എങ്ങോട്ടാണ് പോകുന്നത്? ആർ വി ഗോയിങ് ടു ഡ്യൂബൻഡോഫ്? ഇതാണ് എൻ്റെ സർപ്രൈസ്. നമ്മൾ കാർ കഴുകാൻ വന്നതാണ്. ഇത് സോ ഇവിടെ നമ്മളിങ്ങനെ കാറ് കയറ്റി നിർത്തും. ചിലപ്പോൾ ഓട്ടോമാറ്റിക് വാഷ് ഉണ്ട്, പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക് വാഷിലല്ല പോകുന്നത്. നമ്മൾ നമ്മുടെ കാറ് സ്വന്തമായി കഴുകാൻ പോവുകയാണ്. സോ ദിസ് ഈസ് വെയർ വി വാഷ് അവർ കാർ. കണ്ടോ, ഇങ്ങനെ നമ്മൾ കയറ്റി ഇങ്ങനെ നിർത്തും. Hand wash is better for the car, you know. It's automatic and scratch. This one we're going to gentle. It's cheaper. കാർഡ് വേണം, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ കാർഡില്ല. 20 is there? Maybe. But I don't see a Wi-Fi option. Scan me. Oh no. Well,
Nah, it doesn't work. Well, then we can do it. Oh. കാറ് വാഷ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളുടെ കയ്യിൽ കാർഡില്ല. കാർഡ് ഇൻ ദ സെൻസ് നമ്മൾക്ക് പൈസ ഇടുന്നത് അവിടെ വൈഫൈ വർക്ക് ചെയ്യുന്നില്ല. നമ്മളെല്ലാവർക്കും പോകുമ്പോഴും ഫോൺ കൊണ്ടാണ് പേ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അത് വർക്ക് ആവാത്തത് കൊണ്ട് നമുക്ക് തിരിച്ചു കാർ കഴുകാം. പക്ഷേ ലൈഡു I know. Need to അങ്ങനെ ഞങ്ങൾ കാർ കഴുകുന്നത് ഞാൻ തന്നെ ഓടിച്ചു. Here. Check out the wheels. I have only 5 francs. Is that enough? 6 francs. No, I don't have 6 francs. It's 2. But I have a card. Okay, let's go here. Take video. No, you. Welcome in car bit. What? ആ ദിവസം നമുക്ക് കാറ് കഴുകാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ ആ വീട്ടിൽ തന്നെ വന്ന് കാറ് കഴുകി. വൈകുന്നേരം ഞാൻ വണ്ടി ഓടിക്കാൻ പ്രാക്ടീസിന് ഇറങ്ങിയപ്പോൾ വന്ന് കഴുകി. സെൽഫ് സർവീസാണ്. നമ്മൾ കാർഡ് വെച്ച് പേ ചെയ്തു ആൻഡ് പൈസ എടുത്തു. കോയിൻസ് കിട്ടും. അത് നമ്മൾ ഡയറക്റ്റ് അതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാഷ് മോഡ് സെലക്ട് ചെയ്യാം. സോപ്പ് വെച്ചിട്ടുള്ളതും വാട്ടർ വെച്ചിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള മോഡ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ കാറ് കഴുകാം. And now Shall we I need to press have somewhere? strategy, Ross. Strategy is that you don't wash the roof with this, okay? You wash. But nothing is happening. There is no Yeah, we pressure. need to put first the coin. So you wash from the top, like windows, you know, and down. So you wash like here, down, 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 or you can wash like this, but from the top till bottom, okay? Yeah. Okay. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇവിടെ കാറ് കഴുകുന്നത്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ് ആയിരുന്നു. ഞങ്ങളുടെ കാറ് കുറച്ച് നാളായി കഴുകിയിട്ട്. അപ്പം നമ്മൾ വന്നിട്ട് അതെന്തായാലും ചെയ്യണമെന്ന് കരുതിയിരുന്നിരുന്നതാണ്. അപ്പോൾ അതങ്ങ് കംപ്ലീറ്റ് ആക്കാമെന്ന് കരുതി. ഇവിടെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര എൻജോയ്മെൻ്റ് ആട്ടോ എനിക്കിതൊക്കെ Where are we ചെയ്യാൻ. going? Another surprise. By the way, when you pay contactless, it's contactless, not Wi-Fi. It uses Okay, contactless. It uses near field connection, not in Wi-Fi. So, that's I am not IT. I don't have that much brain to think. I know you're only It's contact internet. things cannot fit in your set. So easy. നമ്മൾ ഇനി ലിഡിലാണ് പോകുന്നത്. മീഗ്രോസ് കൂപ്പാണ് ഇവിടുത്തെ മെയിൻ ഷോപ്പിംഗ് പ്ലേസ് സ്വിറ്റ്സർലൻഡ്. പക്ഷെ ലിഡിൽ ഹോൾ യൂറോപ്പ് ഇറ്റ്സ് ദെയർ ഇൻ എവറിവെയർ ഇൻ യൂറോപ്പ് കേട്ടോ. Well, yes, almost. ഇവിടെ German. ഇറ്റ്സ് എ ജർമ്മൻ ബ്രാൻഡ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി എക്സ്പെൻസീവ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ അടുത്ത് കണ്ടു. അപ്പോൾ അതിൽ കയറാണ്. മീഗ്രോസ് ഒക്കെ എല്ലാ മുക്കിനും മൂലയിലും ഉണ്ട്. പക്ഷേ ലിഡിൽ എല്ലായിടത്തും ഇല്ല. മീഗ്രോസിലും കൂപ്പിലും ഒക്കെ നമുക്ക് ഓരോ ബോക്സസ് വെച്ചിട്ടുണ്ടാകും ക്ലോസ്ഡ് ആയിട്ടുള്ള. അതിനകത്ത് കൊണ്ടുപോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടണം. ഇതിവിടെ ഇങ്ങനെ ഓപ്പൺഡ് ആയിട്ട് വെച്ചതുകൊണ്ട് സുഖമായിരുന്നു. ഒരാഴ്ചത്തേക്ക് വേണ്ടുന്നുള്ള ഷോപ്പിംഗ് മുഴുവൻ നമ്മൾ ആ വീക്കെൻഡിലാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഡാൻസ് ഒക്കെ ഉള്ള വീക്കെൻഡുകളാണെങ്കിൽ നമ്മൾ വൈകുന്നേരം വരും. അപ്പം നമ്മൾ പോകുന്ന വഴിയായിരുന്നു ലിഡിൽ. അപ്പോൾ അതൊരു ജർമ്മൻ ബ്രാൻഡാണ്, സ്വിറ്റ്സർലൻഡ് ബ്രാൻഡല്ല. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ഷോപ്പ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങളുടെ എക്സ്പെൻസ്. നമ്മൾ ഗ്ലാഡ് സെൻട്രത്തിൽ വന്നു. ഇതിവിടുത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ. ഇവിടെ വന്ന് വല്ലതും തിന്നാൻ കിട്ടുമെന്ന് നോക്കാനാണ്. ഷോപ്പിംഗ് ഒന്നും ഇല്ല, പക്ഷേ കഴിക്കണം. നമ്മൾ ഗ്ലാഡ് സെൻറ്ററിൽ വന്ന് അന്ന് കുക്ക് ചെയ്യാനൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വീക്കെൻഡിൽ നോർമലി എവിടെയെങ്കിലും പുറത്ത് പോയി കഴിക്കാറാണ് പതിവ്. ഇത് കണ്ടോ ഓടി നടക്കുന്ന ടേബിൾ, അതൊരു ജാപ്പനീസ്
കുസീനായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ തായിലാണ് കയറിയത്. ഞാനെല്ലാം ഇന്ത്യൻ റുപ്പീസിലിരുന്ന് എല്ലാവർക്കും ഇന്ത്യനിലേക്ക് കൺവേർട്ട് ചെയ്യാനാട്ടോ. നമ്മളിവിടെ ഒരു ഭയങ്കര എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വേറൊരു റേറ്റാണ്. പക്ഷേ ഇത് നമ്മുടെ നോർമൽ ഷോപ്പിംഗ് മോളിലുള്ള റെസ്റ്റോറൻറ്റുകളാണ്. ഇതിൻ്റെയൊക്കെ ഫ്രാഞ്ചൈസികൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഈ ബ്രാൻഡുകളുടെയൊക്കെ. അപ്പം നമ്മളിവിടെ വന്ന് കഴിക്കുമ്പോഴുള്ളൊരു ചെറിയ എക്സ്പെൻസാണ് ഞാൻ കാണിച്ചത്. So, yummy, yummy. Very tasty. How do it taste? It's sweet, spicy, fleshy, coconutty. What was the name? This is Rotus Thai curry, which is It's funny because Thai it curry. looks very yellow for red curry. Actually, it was red curry. Yeah, but this is the color. Oh, I don't like this color. And even in Read what's there. What does it say? it's masam curry. Yes, so it's not red curry. I think the lady didn't understand which was your. Yeah, red curry is red. That's first thing. Second thing, it's spicy. But it's also nice. Well, at least we tried something new. What are you going to do now? I'm gonna drink iced tea. After you finish with this? Then is surprise from my public. Oh, really? I thought it's over. It's not. I need surprise. We're just gonna roam around, see if we can get something nice, like the board game. Yes, we are gonna see whether we are gonna get that board game in English version so that we can play it. Okay. എന്തായാലും ഷോപ്പിംഗ് മോളിൽ വന്നതല്ലേ, അപ്പോൾ പിന്നെ കരുതി പുതിയ വീട്ടിലേക്കുള്ള എന്തൊക്കെ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാമെന്ന് കരുതി. വെറുതെ എനിക്ക് ഈ കടകളിലൊക്കെ കയറി ഇറങ്ങി നടക്കാൻ ഇഷ്ടമാണ്. ബൈ ദ വേ, എനിക്ക് കഴിഞ്ഞ എപ്പിസോഡിലെ ആദ്യം കണ്ട വീട് കൺഫേം ആയിട്ട് കിട്ടിയിട്ടോ. എനിക്ക് സ്വീറ്റ്സിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ പാവലിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്പെഷ്യൽ ഡെസേർട്ട്സൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ ചെറിയൊരു പീസ് കേക്കും മേടിച്ചിട്ടാണ് നമ്മൾ പോയത്, പാവലിന് വേണ്ടി മാത്രം. അങ്ങനെ കേക്കും മേടിച്ച് നല്ല സണ്ണിയാണ്, അതുകൊണ്ട് ഞങ്ങൾ തുറന്നിട്ടു. കുറേ നാൾക്ക് ശേഷം കാറിനകത്ത് കയറുമ്പോഴത്തേക്കിനും ഒരു ചെറിയ ചൂടൊക്കെ അല്ലെങ്കിൽ അങ്ങനെ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഞാനും പാവലും പിന്നെ ചില്ല് തുടങ്ങി. പാവലിന് ഇഷ്ടമാണ് ഇങ്ങനെ കുറച്ച് വൈകുന്നേരമൊക്കെ ഗിറ്റാറൊക്കെ വായിക്കുന്നത്. ഇപ്പം നമ്മുടെ വീക്കെൻഡ് അല്ലേ, അപ്പോൾ കുറച്ച് നേരം ചില്ല് ചെയ്യാമെന്ന് കരുതി പാവലിൻ്റെ സെറ്റപ്പൊക്കെ ചെയ്തു. ഞാൻ അവിടെ കമ്പ്യൂട്ടറിൽ ചില്ല് ചെയ്തു, അതിൻ്റെ കൂടെ വീഡിയോ എടുത്തു. നേരത്തെ ഷോപ്പിങ്ങിന് പോയി നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന മീനാണിത്. മീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ ഫ്രഷ് ആയിട്ടുള്ള സാധനമൊന്നും നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഫ്രിഡ്ജിലിരിക്കുന്നതോ ഫ്രീസറിലിരിക്കുന്നതായിരിക്കും. അപ്പോൾ ലിഡിൽ നിന്ന് ഇങ്ങനത്തെ 2 മീൻ വൈകുന്നേരം നമ്മൾ ഗ്രില്ല് ചെയ്യാമെന്ന് കരുതി. ഒരാൾക്ക് 1 മീൻ വെച്ച്. പിന്നെ കുറച്ച് മാഷ് പൊട്ടറ്റോ ആണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റെഗുലർലി പാവലാട്ടം ഉണ്ടാക്കാറ്. ഞാൻ ചോറും കറിയിലാണ് സ്പെഷ്യലിസ്റ്റ്, പാവൽ ഇതിൽ. Yummy fish. Pablito special. So tell me about it. It's a fish. Yes, it's a fish stuffed with lemon and garlic. That's it, basically. Lemon and garlic. Yes, And salt pepper? and pepper. Yes, and a lot of olive oil. And what is there here? It is potato. And you're gonna mash it? I'm gonna mash it. Wow. So it's gonna be super tasty. Mmm. We're gonna grill the fish. Mmm. And
Yeah. Can we also do broccoli? No, that's it. Oh no. About 10 minutes should be enough. നമുക്കിങ്ങനെ അടിപൊളി ഫിഷൊന്നും കിട്ടാറില്ല, ഫ്രഷ് അല്ല, ഫ്രിഡ്ജിലിരിക്കുന്ന ഫിഷാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒന്നും അല്ല, പക്ഷെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് എൻജോയ് ചെയ്യും. നമുക്കിന്ന് സാലഡ് ഉണ്ട്, സിമ്പിൾ സാലഡാണ്, ബാൽസമിക് വിനീഗറും പെപ്പറും സോൾട്ടും ഒലിവ് ഓയിലും വെച്ചിട്ടുള്ള. ഇത് മാഷ് പൊട്ടറ്റോ ഉണ്ട് ആൻഡ് മീൻ ഫോർ ഹിം ആസ് വെൽ. Oh, is this something to do with sex? Far from it, Jen. No. You see, in role-playing, one person is a dungeon master or game master or keeper. He or she controls the world and tells the players what they're experiencing, whether it be battle,